നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയം ഇന്നൊരു പുതിയ വഴിത്തിരിവിലാണോ? ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഒരു കാരണത്താലാണ്. കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ച ശക്തമായി കേൾക്കാം. പാർട്ടികളാണോ ശക്തമാകുന്നത്, അതോ വ്യക്തികളാണോ? ഒരു പാർട്ടിയുടെ ആശയമാണോ ജനങ്ങളെ ആകർഷിക്കുന്നത്, അതോ ഒരു നേതാവിൻ്റെ വ്യക്തിത്വമാണോ? ഇത് കേരളത്തെക്കുറിച്ച് മാത്രമുള്ള ചോദ്യമല്ല. ഇന്ന് ലോകമെമ്പാടും ഉയരുന്നൊരു ചോദ്യമാണ്, ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി, പല സംസ്ഥാനങ്ങളിൽ ശക്തരായ മുഖ്യമന്ത്രിമാർ. എല്ലായിടത്തും ഒരു കാര്യം കാണാം: രാഷ്ട്രീയ ചർച്ചകൾ പലപ്പോഴും പാർട്ടികളെക്കുറിച്ചല്ല, വ്യക്തികളെക്കുറിച്ചാണ്. കേരളത്തിലും അതിൻ്റെ സൂചനകൾ നാം കാണുന്നില്ലേ? ഇന്നൊരു രാഷ്ട്രീയ വാർത്ത വന്നാൽ ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് പാർട്ടിയുടെ നയമല്ല, ആ നേതാവിൻ്റെ പ്രതികരണമാണ്. ഒരു നേതാവിൻ്റെ പ്രസംഗം, ഒരു നേതാവിൻ്റെ അഭിമുഖം, ഒരു നേതാവിൻ്റെ ഇമേജ്, ഇവയാണ് വാർത്തയുടെ കേന്ദ്രം. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പല ചർച്ചകളും ഒരു പേര് കേന്ദ്രസ്ഥാനത്തുണ്ട്: മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്തിടെ പോലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നിരുന്നു. ചിലർ അത് ശക്തമായ നേതൃത്വമെന്ന് പറയുന്നു, മറ്റു ചിലർ വ്യക്തി പൂജയുടെ ലക്ഷണമാണെന്ന് പറയുന്നു. പക്ഷേ ഈ വീഡിയോ ഒരു വ്യക്തിയെ വിമർശിക്കാനോ പിന്തുണയ്ക്കാനോ ഉള്ളതല്ല, മറിച്ച് ഒരു വലിയ ചോദ്യം ചോദിക്കാനാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് ആശയത്തേക്കാൾ വ്യക്തികളെ പിന്തുടരുന്നത്? ഇതിന് പിന്നിൽ മനഃശാസ്ത്രമുണ്ട്. ഒരു ആശയത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഒരു ആശയത്തിന് മുഖമില്ല, പക്ഷേ ഒരു നേതാവിന് മുഖമുണ്ട്, ശബ്ദമുണ്ട്, ശൈലിയുണ്ട്, കഥയുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയം കൂടുതൽ വ്യക്തിപരമാകുന്നത്. ഇനി ചരിത്രത്തിലേക്ക് നോക്കാം. കേരള രാഷ്ട്രീയം ഒരു കാലത്ത് ശക്തമായ ആശയധാരകളുടെ മത്സരമായിരുന്നു. കമ്മ്യൂണിസം, കോൺഗ്രസ് രാഷ്ട്രീയം, സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അവയായിരുന്നു പ്രധാന ചർച്ചകൾ. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു 30 സെക്കൻഡ് വീഡിയോ, ഒരു വൈറൽ ക്ലിപ്പ്, ഒരു പ്രസംഗ ഭാഗം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരെക്കാൾ കൂടുതൽ ജനപ്രീതി ജനങ്ങൾക്ക് ലഭിക്കുന്നത് സ്വാഭാവികമാണ്. കേരളത്തിൽ മുമ്പും ഇതുപോലെ വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. സഖാവ് VS അച്യുതാനന്ദൻ പാർട്ടിയേക്കാൾ വലിയ ജനപിന്തുണ നേടിയ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അപൂർവ ജനകീയ നേതാവായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ചോദ്യം ഉയർത്തുന്നു: ഒരു നേതാവ് പാർട്ടിയേക്കാൾ വലുതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് അതിന് ഗുണങ്ങളുണ്ട്. ശക്തമായ നേതൃത്വം ലഭിക്കും, വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, ജനങ്ങൾക്കൊരു വ്യക്തമായ മുഖം കാണാൻ സാധിക്കും. പക്ഷേ അതിനൊപ്പം അപകട സാധ്യതകളും ഉണ്ടെന്ന് നാം മറക്കരുത്. ഒരു നേതാവിൻ്റെ ജനപ്രീതി ഇടിഞ്ഞാൽ പാർട്ടിക്കും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഒരു നേതാവിൻ്റെ തെറ്റ് മുഴുവൻ പ്രസ്ഥാനത്തിൻ്റെയും തെറ്റായി മാറും. ഇനി മറ്റൊരു ചോദ്യം: കേരളത്തിലെ യുവാക്കൾ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അവർ പാർട്ടി മാനിഫെസ്റ്റോകൾ വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും കാണുന്ന രാഷ്ട്രീയ ക്ലിപ്പുകളാണോ അവർ അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ ഭാവി യുവാക്കളുടെ കൈകളിലാണ്. ഇനി ഇന്ത്യയുടെ വലിയ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഉയർച്ച ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. ജനങ്ങൾ ഇന്ന് വികസനവും ദർശനവും വ്യക്തമായ നേതൃത്വവും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശക്തമായ നേതാക്കൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. കേരള രാഷ്ട്രീയവും അതേ ദിശയിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ കേരളം ഇപ്പോഴും ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമായി തുടരുമോ? ഇതാണ് അടുത്ത വർഷങ്ങളിലെ വലിയ ചോദ്യം. ഒരു ജനാധിപത്യത്തിൽ നേതാക്കൾ ആവശ്യമാണ്, പക്ഷേ സ്ഥാപനങ്ങളും ആവശ്യമാണ്, വ്യക്തിത്വം ആവശ്യമാണ്, ആശയങ്ങളും ആവശ്യമാണ്. ഒരു നേതാവ് വരും പോകും, പക്ഷേ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അവസാനം വരെ ആശയങ്ങളാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയം വ്യക്തികളെ ചുറ്റിപ്പറ്റി തിരിയുകയാണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.